ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2 അകത്തിലെ 9ാമത്തെ എപ്പിസോഡും 11ാമത്തെ എപ്പിസോഡ് നമ്പർ കൗണ്ട് എന്ന് പറയുന്നത് 29 സോ ഗൈസ്, എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോ ലൈക്ക് തന്നേക്കുക. സോ ഗൈസ്, നിങ്ങൾ ഇത്രയും നാളും ബ്ലീച്ച് കണ്ടതിനകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത ക്യാരക്ടർ ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയുക. സോ ഗൈസ്, നമുക്ക് അപ്പം നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. സോ ഗൈസ്, എപ്പിസോഡ് തുറക്കുന്നതിനെ കാണിക്കുന്നത് ഒരു ഹിമിനെ ആക്രമിക്കാൻ വന്ന ആ സോൾ റിപ്പറിനെ ആണെങ്കിൽ നമ്മുടെ ഇഷിതയാണെങ്കിൽ അവൻ്റെ അമ്പ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അങ്ങ് ഇല്ലാതാക്കി കളയുകയാണ്. സോ ഇത് കണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ ആ സോൾ റിപ്പറാണെങ്കിൽ അവൻ്റെ അടുത്ത് സലണ്ടർ ആകുകയാണ്. എന്നെ ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ നമ്മുടെ ഇഷിത പറയുകയാണ്, ഇനി നീ ആരെയും ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത അവനെ അവിടെ വെച്ച് പറഞ്ഞു വിടുകയാണ്. എന്നാൽ നമ്മുടെ ആ സോൾ റിപ്പർ നൈസായിട്ട് നമ്മുടെ ഒരഹിമിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് സെൻസ് ചെയ്ത് കണ്ടുപിടിച്ച നമ്മുടെ ഇഷിത വളരെയധികം വേഗത്തിൽ വന്നിട്ട് ആ സോൾ റിപ്പറിന് നേരെ അവൻ്റെ അമ്പ് ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നീ എന്നോടൊരു കാര്യം പറഞ്ഞു, അത് നീ തെറ്റിച്ചു. നീ ഇനി ആരെയും ആക്രമിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോയതല്ലേ നീ. എന്നിട്ട് നീ എന്തിനു വേണ്ടിയാണ് ഒരു ഹിമിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത്? നീ വളരെയധികം വലിയൊരു ലംഘനമാണ് ഇപ്പോൾ കാണിച്ചത് എന്ന് നമ്മുടെ ഇഷിത വളരെയധികം സീരിയസ് ആയിട്ട് പറയുകയാണ്. എന്നിട്ട് അവൻ്റെ അമ്പാണെങ്കിൽ ആ സോൾ റിപ്പറിൻ്റെ നേരെ വിടുകയാണ്. ആ സോൾ റിപ്പർ താഴെ നിലത്തടിച്ച് വളരെയധികം വലിയ മുറിവായിട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇഷിതയാണെങ്കിൽ ആ സോൾ റിപ്പറിനെ ഡിഫീറ്റ് ചെയ്യുകയാണ്. പിന്നീട് നമ്മളെ ആ സോൾ റിപ്പറിനെ കാണിക്കുകയാണ്. ആ സോൾ റിപ്പർ വളരെയധികം വലിയൊരു മുറിവ് കാരണം അവിടെ താഴെ അടിച്ച് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുകയാണ്. നമ്മുടെ ഒർഹിമി നമ്മുടെ ഇഷിതയോട് താങ്ക്സ് പറയുകയാണ്. താങ്ക്സ് ഒന്നും വേണ്ട, ഇതെൻ്റെ കടമയാണെന്ന് നമ്മുടെ ഇഷിത പറയുകയാണ്. നമ്മുടെ ഒർഹിമി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവിടെ റൂക്കിയനെ രക്ഷിക്കാൻ വന്ന ടീമിൽ തന്നെ ഏറ്റവും വീക്കായിട്ടുള്ള പേഴ്സൺ ഞാനാണ്. എനിക്കിവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇത് തന്നെ നമ്മുടെ താട്സുക്കയുടെ ശബ്ദം നമ്മുടെ ഒർഹിമി കേൾക്കുകയാണ്. എടി, നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും നീ മറന്നിട്ടില്ലല്ലോ. ഇത് കേട്ട് സന്തോഷം വന്ന് നമ്മുടെ ഒർഹിമി കണ്ണൊക്കെ തുടച്ചിട്ട് പറയുകയാണ്, മറന്നിട്ടില്ല എന്ന്. അങ്ങനെ നമ്മുടെ ഒർഹിമി ആണെങ്കിൽ വളരെയധികം വിയേർഡായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ വാ, നമുക്ക് റൂക്കിയനെ രക്ഷിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ ഇഷിതയ്ക്ക് ഇവൾക്ക് എന്തുവാടേ വയ്യാതായോന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വളരെയധികം പേടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗാജുവിനെയാണ്. നോക്കുന്ന സമയത്ത് അവൻ്റെ പുറകിലാണെങ്കിൽ ഒരു കെട്ട് സോൾ റിപ്പേഴ്സ് അവനെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരുന്നു നമ്മുടെ ഇച്ചുക അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവൻ പറയുകയാണ്, നമ്മുടെ അടുത്ത പ്ലാൻ നമുക്ക് നേടാൻ വേണ്ടിയുള്ള സമയമായെന്ന്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചികോൻ്റെ പുറകിലും ഒരു കെട്ട് സോൾ റിപ്പേഴ്സ് വരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ഗാച്ചു ഇല്ലാതായി പോവുകയാണ്. എൻ്റെ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് നിൽക്കാൻ വയ്യ. അന്നേരം നീയും കുറേ പേരെ വിളിച്ചുകൊണ്ട് വരുവാണോടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗാച്ചു അങ്ങ് കിടന്ന് ആലയ്ക്കുകയാണ് അവിടെ വെച്ച്. അങ്ങനെ നമ്മുടെ ഇച്ചികോയും ഗാച്ചുവും കൂടെ ചേർന്ന് എങ്ങനെയൊക്കെയോ കുറേ സോൾ റിപ്പേഴ്സിനെ ഡിഫീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഇച്ചികോയും ഗാച്ചുവും കിടന്ന് അവിടെ കിടന്ന് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്തിനു വേണ്ടിയാണ് ഇത്രയും സോൾ റിപ്പറിന് ഇവിടെ കൊണ്ടുവന്നത്? നീ എന്തിനു വേണ്ടിയാണ് ഇത്രയും സോൾ റിപ്പറിന് ഇവിടെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഹനോത്രോ എന്ന് പറഞ്ഞ ഒരു സോൾ റിപ്പർ അറിയാതെ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. സോ ഇവനെ കണ്ടുടനെ തന്നെ നമ്മുടെ ഇച്ചികോയും അതുപോലെ തന്നെ ഗാച്ചുവും വളരെയധികം സന്തോഷപ്പെടുകയാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവനെ ഒരു ഹോസ്റ്റേജായിട്ട് പിടിച്ചു വെച്ചിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നായിരുന്നു ഇവർ പ്ലാൻ ചെയ്തത്. എന്നാൽ അത് മൊത്തത്തിൽ തന്നെ തെറ്റി. എന്നാൽ അവിടെ നിൽക്കുന്ന ഒരു സോൾ റിപ്പർ പോലും ഇവന് വേണ്ടി റിയാക്ട് ചെയ്യുന്നില്ല. ഇത് കണ്ടിട്ട് നമ്മുടെ ഇച്ചികോയും അതുപോലെ തന്നെ ഗാച്ചു ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ മറ്റേ സോൾ റിപ്പറായിട്ടുള്ള ഹനാത്തോറോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്, ഞാൻ സ്ക്വാഡ് 4 മെമ്പറാണ്, ഇവരെല്ലാവരും സ്ക്വാഡ് 11 മെമ്പറാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചികോ ചോദിക്കുന്നു, നിങ്ങളെല്ലാവരും സോൾ റിപ്പേഴ്സ് അല്ലേ? നിങ്ങളെല്ലാവരും ടീമേറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. സ്ക്വാഡ് 4 എന്ന് പറയുന്നത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വാഡാണ്. ഈ സ്ക്വാഡിലുള്ള ആൾക്കാരൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സ്ക്വാഡ് 11 വളരെയധികം പവർഫുൾ ആയിട്ടുള്ളതും ഫൈറ്റിങ്ങിന് വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടുള്ളൊരു സ്ക്വാഡാണ്. സ്ക്വാഡ് 11 ആൾക്കാർക്ക് സ്ക്വാഡ് 4 ആൾക്കാരെ ഒട്ടും ഇഷ്ടമല്ല. കാരണം സ്ക്വാഡ് 4 ആൾക്കാർ വളരെയധികം വീക്കാണ്. സോ അതുകൊണ്ട് തന്നെ സ്ക്വാഡ് 4 ഹനാത്രോനെ പിടിച്ചു വെച്ചിരിക്കുന്നത് സ്ക്വാഡ് 11 ഒരാൾ പോലും റിയാക്ട് ചെയ്യുന്നില്ല. സോ ഹനാത്രോനെയും കൂടെ കൊല്ലാൻ വേണ്ടി സ്ക്വാഡ് 11 മെമ്പേഴ്സ് അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. തന്നെയായിരുന്നു മതിലൊക്കെ പൊളിച്ച് അവിടെ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ സംഭവിക്കുന്നത്. ഈ ഗ്യാപ്പിൽ നമ്മുടെ ഇച്ചികോയും കാര്യവും അവിടെ നിന്ന്
നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുകയാണ്. നോക്കുന്ന സമയത്ത് ആരാണ് വന്നതെന്ന് നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് അത് വേറെ ആരുമല്ല, നമ്മുടെ സാധുവായിരുന്നു. ഇച്ചിക ഉള്ളതുപോലെയാണ് തോന്നിയത്. പക്ഷെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇച്ചികൊക്കെ ഇവിടുന്ന് പോയി. എനിക്ക് അവരെ നഷ്ടപ്പെട്ടു. നീ മറ്റേ ഉള്ള ആൾക്കാരുടെ കൂട്ടത്തിലുള്ളവനല്ലേ? നിന്നെ ഞങ്ങൾ 5 മിനിറ്റിനുള്ളിൽ ഇല്ലാതാക്കും. എനിക്ക് 5 മിനിറ്റ് പോലും വേണ്ട എന്ന് നമ്മുടെ സാധു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് തെറ്റായിട്ടുള്ള ഡയറക്ഷനിലൂടെ പൊക്കോണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ സെറാക്കിനെയാണ്. വീണ്ടും വീണ്ടും ഇച്ചിവോൻ്റെ അടുത്തിട്ട് പോകുന്നതിന് പകരം ഇച്ചിവോൻ്റെ അടുത്തുനിന്ന് ദൂരോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ സെറാക്കിയും അതുപോലെ തന്നെ സെറാക്കിൻ്റെ കൂടെയുള്ള ആളും. പിന്നീട് കാണിക്കുന്നത് 12th ഡിവിഷൻ ക്യാപ്റ്റനായിട്ടുള്ള മയൂരിനെയാണ്. ഇച്ചിവോൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ മയൂരി ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഇവനോട് പറയുന്നില്ല. സോ ഇത് കേട്ട് നമ്മുടെ മയൂരി ആണെങ്കിൽ അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്തായിരുന്നു സെറാക്കി അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മയൂരിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുന്നത്. എൻ്റെ ഡിവിഷനിലെ മെമ്പറാണ്, ഇവന്റെ കാര്യം എല്ലാം ഞാൻ നോക്കിക്കോളാം, നീ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ സെനാക്കി പറയുന്നു. ശരിക്കുള്ള ക്യാപ്റ്റൻ വന്നിട്ടുണ്ട് ഇക്കാക്കു, ഞാനിനി ഇവിടെ നിൽക്കേണ്ടിയ ഒരാവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മയൂരി ആണെങ്കിൽ അവന്റെ സ്ക്വാഡിലുള്ള മെമ്പറിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മയൂരി പോയതിനു ശേഷം നമ്മുടെ സെനാക്കിയും അതുപോലെ തന്നെ ഇക്കാക്കും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഇന്ന് നമ്മുടെ ഇക്കാക്കു സെനാക്കിനെ വിളിക്കുന്നു. അവൻ ഇച്ചുവിന്റെ കയ്യിൽ നിന്ന് തോറ്റത് കൊണ്ട് തന്നെ നമ്മുടെ ഇക്കാക്കുവിന് ഒരുപാടധികം നാണക്കേടായി. അവന്റെ ക്യാപ്റ്റനോട് സംസാരിക്കാൻ വേണ്ടി കുറച്ച് പേടിയുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഇക്കാക്കുവിന്റെ ദേഹത്ത് ഒരുപാടധികം വലിയ ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. സോ അതിനുശേഷം നമ്മുടെ ഇച്ചിഗോനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ സെനാക്കിയോട് പറയുകയാണ്. അവൻ നല്ലൊരു ഫൈറ്റർ ആണ്. അവൻ നമ്മുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് ഒരുപാടധികം ഫണ്ണാണ്. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ സെനാക്കിക്ക് ഒരുപാടധികം സന്തോഷമാകുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ഹോസ്റ്റേജിനെ എന്ത് തേങ്ങയ്ക്കാണാ പിടിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗാരുവിനെയും അതുപോലെ തന്നെ ഇച്ചിഗോനെയുമാണ്. സോ അവർ അടിയുണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഹനാത്രോ പറയുകയാണ്, നിങ്ങൾ റൂക്കിയ ഇച്ചിഗിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ വന്നത്? എന്നാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുകയാണ് അവൻ. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ വളരെയധികം രീതിയിൽ തന്നെ സീരിയസ് ആകുന്നു. സോ അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2 അകത്തിലെ 9ാമത്തെ എപ്പിസോഡും അല്ലാമത്തെ എപ്പിസോഡ് കൗണ്ട് 29 അവസാനിക്കുന്നു. സോ ഈ വീഡിയോ വരാൻ വേണ്ടി ഒരുപാടധികം ലേറ്റ് ആയെന്ന് എനിക്കറിയാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി 12 മണി കണ്ടായി. സോ ഞാൻ വളരെയധികം ഹാർഡ് വർക്കിംഗ് യൂട്യൂബറാണ്. രാത്രി 12 മണിയായിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ദിവസം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ 2 ബ്ലീച്ചിൻ്റെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞായറാഴ്ച ശനിയാഴ്ച ദിവസം ഞാൻ പറ്റുമെങ്കിൽ 3-4 ബ്ലീച്ചിൻ്റെ എപ്പിസോഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും പറ്റുന്ന അത്രയും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ബ്ലീച്ച് എന്ന് പറഞ്ഞ സീരീസ് ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ കണ്ട് ഓരോ എപ്പിസോഡ് വന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ബ്ലീച്ച് എന്ന് പറഞ്ഞ സീരീസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീരീസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സീരീസ് മുഴുവനായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ ബൈ.